ഹായ് ഡിയേഴ്സ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഷെയർ ചെയ്യുന്നത് വളരെ എളുപ്പത്തിൽ ചക്ക വൃത്തിയാക്കി എടുക്കാനുള്ളൊരു ടിപ്പാണ് കേട്ടോ. ചക്ക എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണല്ലേ. പച്ചയാണെങ്കിലും പഴുത്തതാണെങ്കിലും ഒക്കെ ഒരുപാട് വിഭവങ്ങൾ നമുക്ക് ഉണ്ടാക്കാനും അറിയാം. പക്ഷേ ഈ ഒരു ചക്ക വൃത്തിയാക്കി എടുക്കുന്ന ആ ഒരു കാര്യം ഓർത്തിട്ട് പലരും ഇത് ഉപയോഗിക്കാറില്ല എന്ന് വേണമെങ്കിൽ പറയാം. ഒരുപാട് എൻ്റെ അനുഭവത്തിൽ തന്നെ ഒരുപാട് പേരെ എനിക്കറിയാം കേട്ടോ. ചക്ക മുറിക്കാനും വൃത്തിയാക്കാനും ഭയങ്കര ബുദ്ധിമുട്ടാണ്, അതുകൊണ്ട് ഞങ്ങളത് എടുക്കാറില്ല എന്ന് പറയുന്ന ഒരുപാട് പേരെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം അങ്ങനെയുള്ളവർക്കൊക്കെ ഈ ഒരു വീഡിയോ വളരെയധികം ഉപയോഗപ്രദമാകും. അപ്പോൾ നമ്മളിന്ന് ഷെയർ ചെയ്യുന്നത് കത്തി പോലെ യൂസ് ചെയ്യാതെ വളരെ എളുപ്പത്തിൽ ചക്ക വൃത്തിയാക്കി എടുക്കുന്നതാണ്. അപ്പോൾ ഇതാ നമ്മുടെ ചക്ക വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് മെയിനായിട്ട് വേണ്ടത് നമ്മൾ തേങ്ങ പൊളിക്കുന്ന ആ ഒരു ആയുധമല്ലേ. ഇതിനെന്താ നിങ്ങൾ പറയാമെന്നൊന്ന് കമൻ്റ് ഇടണേ. ഞങ്ങളങ്ങനെ പ്രത്യേകിച്ച് പറയല്ലോ പേരൊന്നും ഇതിന് പറയാറില്ല. അപ്പോൾ ഇതത് വെച്ചിട്ട് ചക്കയുടെ 4 ഭാഗത്തും ഇതുപോലെ നമ്മൾ തേങ്ങ പൊളിക്കുന്ന പോലെ ഇങ്ങനെ ചെയ്ത് കൊടുക്കുക. കണ്ടോ, മുഴുവനായിട്ട് മുറിഞ്ഞില്ലെങ്കിൽ ഇതുപോലെ ഉണ്ടാവും. എന്നിട്ട് കൈ വെച്ചിട്ട് 2 ഭാഗത്തുനിന്ന് ജസ്റ്റ് ഒന്ന് വലിച്ചു കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ചക്ക ഇതാ 2ആയിട്ട് പെട്ടെന്ന് തന്നെ മുറിഞ്ഞ് കിട്ടും. ഇനിയിപ്പോൾ വലിയ ചക്ക ആണെങ്കിൽ വെട്ടുകത്തി വെച്ചിട്ട് തന്നെ സെൻറ്ററിലൊന്ന് മുറിച്ചു കൊടുക്കുക കേട്ടോ. വലിയ ചക്ക ഇതിൽ ചെയ്യുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നും. നമ്മൾ എളുപ്പത്തിന് വേണ്ടിയിട്ടല്ലേ ഇപ്പോൾ ഇത് ചെയ്യണത്. എന്നിട്ട് ഇതുപോലെ കണ്ടോ, ഇതുപോലെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ചക്ക വളരെ എളുപ്പത്തിൽ നമുക്ക് ചെറിയ ചെറിയ പീസാക്കി എടുക്കാൻ പറ്റും കേട്ടോ. പിന്നെ നമുക്കതിൽ നിന്ന് ചുള അങ്ങോട്ട് പറിച്ചെടുത്താൽ മതി. അതിൻ്റെ ആ ഒരു മൂക്കിൻ്റെ ഭാഗം, മൂക്ക് നട്ട് ഞങ്ങൾ ഈ സെൻറ്ററിലുള്ള സാധനത്തിന് പറയാം, അതൊന്നും പെടാതെയാണ് നമുക്ക് കിട്ടുന്നത്. കണ്ടോ, അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൽ നിന്നും ചുള പെട്ടെന്ന് തന്നെ പറിച്ചെടുത്താൽ മതി. അപ്പോൾ ഇത് ഒരു പഴുത്ത ചക്കയായിരുന്നു കേട്ടോ, കുറച്ച് മധുരം വന്ന ചക്കയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ചുള പറിച്ചിട്ട് നമ്മൾ കഴിക്കാൻ വേണ്ടിയിട്ട് എടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ പച്ചച്ചക്ക ആണെങ്കിലും ഇതിൽ നിന്ന് ചുള പറിച്ചെടുത്തിട്ട് നമുക്ക് ചക്കപ്പുഴുക്കോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കണം കേട്ടോ. അന്നത്തെ ദിവസം ഉണ്ടാക്കുന്നില്ലെങ്കിൽ അല്ലെങ്കിൽ അപ്പം തന്നെ ഉണ്ടാക്കി വെക്കാം. അപ്പോൾ ഞാനിത് ചക്കപ്പുഴുക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചക്കയുടെ ചുളയും അതിൻ്റെ ആ ചവിണിയും പിന്നെ അതേപോലെ അതിൻ്റെ കുരുവും കൂടെ കട്ട് ചെയ്തിട്ട് വെച്ചതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ചക്കയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ പിറ്റേ ദിവസമാണ് അതെടുക്കുന്നതെങ്കിൽ അതങ്ങനെ വെച്ചാൽ പെട്ടെന്ന് തന്നെ പഴുത്ത് പോകാനുള്ള ചാൻസ് ഉണ്ട്. പെട്ടെന്ന് അതിനൊരു പുളി വരും. പുളി വന്നു കഴിഞ്ഞാൽ പിന്നെ ചക്ക കൂട്ടാൻ വെച്ച് കഴിഞ്ഞാൽ അത്ര വലിയ ടേസ്റ്റ് ഉണ്ടാവില്ല അല്ലേ. ചിലർക്ക് ആ ഒരു ചെറിയ മധുരമുള്ള ചക്ക കൂട്ടാനായിരിക്കും ഇഷ്ടം. പക്ഷെ എനിക്കങ്ങനെ മധുരം വന്നത് ഇഷ്ടമല്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ മധുരം വരാതിരിക്കാൻ വേണ്ടിയിട്ട് കിട്ടിയ ദിവസം, അതായത് നമ്മൾ ആ ചക്ക കട്ട് ചെയ്ത ദിവസം നമ്മൾ പ്ലാവിൽ നിന്നും ചക്ക എടുത്ത ദിവസമല്ലേ, അന്ന് തന്നെ അത് പെട്ടെന്ന് ക്ലീൻ ചെയ്തിട്ട് ഒരു കവറിലാക്കി ഇതുപോലെ കെട്ടി ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ നമുക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് എടുത്തിട്ട് ചക്കപ്പുഴുക്കോ ചക്കക്കൂട്ടാനോ എന്താണെങ്കിലും ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഞാനിത് ഇതുപോലെ കവറിൽ കെട്ടിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചതായിരുന്നു കേട്ടോ. അപ്പോൾ അതിൽ നിന്നും കുറച്ച് എടുത്തിട്ട് ചക്കപ്പുഴുക്കാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞങ്ങളുടെ വീട്ടിലുണ്ടാക്കുന്ന ആ ഒരു രീതിയിലാണ് കേട്ടോ. എൻ്റെ ഉമ്മമ്മ ഉണ്ടാക്കുന്ന ചക്കക്കൂട്ടാൻ്റെ റെസിപ്പിയാണ് ഞാൻ കാണിക്കുന്നത്. ഞാൻ ആദ്യമായിട്ട് ചക്കക്കൂട്ടാൻ ഉമ്മമ്മ ഉണ്ടാക്കിയിട്ടാണ് ഇത്രയും ടേസ്റ്റിൽ കഴിച്ചിട്ടുള്ളത്. അപ്പോൾ അത് പറഞ്ഞു കൊടുത്തിട്ട് ഇപ്പോൾ എൻ്റെ ഉമ്മാൻ്റെ വീട്ടിലൊക്കെ ഞങ്ങളിപ്പോൾ ഇതുപോലെ തന്നെയാണ് ഉണ്ടാക്കൽ. ഇതിൽ ഞങ്ങൾ 2 സീക്രട്ട് ഇൻഗ്രീഡിയൻസ് ചേർക്കും. അത് നിങ്ങൾ ചേർക്കുമോ എന്നുള്ളത് അറിയില്ല, എനിക്കറിയില്ല, കാരണം നമ്മൾ പുറത്തൊന്നും അങ്ങനെ അധികം കഴിച്ചിട്ടൊന്നുമില്ലല്ലോ. അപ്പോൾ നിങ്ങൾ ചേർക്കുമെങ്കിൽ താഴെ ഒന്ന് കമൻ്റ് ഇടുക, അല്ലെങ്കിൽ നിങ്ങൾ ഒരു തവണയെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കുക. അപ്പോൾ ഞാനിത് ആവശ്യത്തിന് ഈ ഒരു പ്രഷർ കുക്കറിൻ്റെ ഒരു 1/2 ഭാഗത്തോളം ചക്ക എടുത്തിട്ടുണ്ട്, നമ്മൾ വൃത്തിയാക്കി വെച്ച. അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ കുറച്ചൊരു 1/2 ഗ്ലാസ് വെള്ളവും ചേർത്തിട്ട് ചക്ക നല്ല പോലെ ഒന്ന് വേവിക്കാൻ വേണ്ടിയിട്ട് വെക്കുകയാണ് കേട്ടോ. അപ്പോൾ ചിലരൊക്കെ പറയാറുണ്ട് ഇങ്ങനെ ഈ ഒരു ഇൻഗ്രീഡിയൻറ്റ് ഞങ്ങളിതിലേക്ക് ചേർക്കാറില്ല എന്നൊക്കെ. അപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളത് താഴെ ഒന്ന് കമൻ്റ് ഇടുക. ഇതുപോലെ അല്ലെങ്കിൽ ഒരു തവണയെങ്കിലും ഇതുപോലെ ഉണ്ടാക്കി നോക്കാൻ വേണം കേട്ടോ, കാരണം നല്ല ടേസ്റ്റാണ്. അപ്പോൾ ചക്ക നമ്മൾ വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് 1 മുറി തേങ്ങയാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ 1 മുറി തേങ്ങ ചിരവി എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് കണ്ടോ, ഈ വലുപ്പത്തിലുള്ള 4 ചുവന്നുള്ളി എടുത്തിട്ടുണ്ട്. അത് ചെറിയതാണെങ്കിൽ ഒരു 6 എണ്ണമൊക്കെ എടുക്കാം കേട്ടോ. പിന്നെ ഒരു 6 അല്ലി വെളുത്തുള്ളി മീഡിയം സൈസിലുള്ളത്, 3/4 ടീസ്പൂൺ നല്ല ജീരകം അതായത് ചെറിയ ജീരകം, 1 ടേബിൾ സ്പൂൺ കുരുമുളക്. ഈ വെളുത്തുള്ളിയും കുരുമുളകും നിങ്ങൾ ചേർക്കാറുണ്ടോയെന്ന് അറിയില്ല. വെളുത്തുള്ളി നമ്മൾ ചേർക്കുന്നത് ഗ്യാസ് ട്രബിളിൻ്റെ പ്രശ്നമൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ്.
പിന്നെ കുരുമുളക് അതിൻ്റെ ഇടയിൽ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് കടിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. ആ തേങ്ങ ചതച്ചെടുക്കുന്ന സമയം കൊണ്ട് കുരുമുളക് ഒന്ന് ക്രഷായിട്ടേ കിട്ടുള്ളൂ കേട്ടോ, നല്ല പോലെ പൊടിഞ്ഞു പോവില്ല. അതുകൊണ്ട് തന്നെ ഇതിനിടയിൽ ഇങ്ങനെ കടിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. ഇതിലേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ പച്ചമുളകും കൂടെ ചേർക്കാം കേട്ടോ. ഞാനിപ്പോൾ എല്ലാം കൂടെ എരിവ് കൂടണ്ടെന്ന് വിചാരിച്ചിട്ട് പച്ചമുളക് ഒഴിവാക്കിയതാണ്. അപ്പോൾ ചക്ക നല്ല പോലെ 2 വിസിൽ വന്നപ്പോൾ തന്നെ നല്ല പോലെ വെന്ത് വന്നിട്ടുണ്ട്. നല്ല പോലെ വെന്ത് വരുന്ന സമയത്ത് നമ്മളിവിടെ ചതച്ചെടുത്ത ഈ ഒരു തേങ്ങാക്കൂട്ട് ചേർത്ത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കണ്ടോ, ഇത്രേ ഉള്ളൂ കേട്ടോ. വളരെ സിമ്പിളാണ് ഉണ്ടാക്കാൻ, എന്നാൽ നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ ഇതാ നല്ല പോലെ മിക്സ് ചെയ്തെടുത്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് കടുകും കറിവേപ്പിലയും താളിച്ചിടാം. അപ്പോൾ കുറച്ചും കൂടെ സ്പൈസിനെസ് വേണമെങ്കിൽ നിങ്ങൾക്ക് പച്ചമുളകും കൂടെ എടുക്കാം കേട്ടോ. ഞാൻ മാനിക്കൂട്ടന് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് പച്ചമുളക് ഇടാതിരുന്നത്. പക്ഷേ അവന് കഴിച്ചില്ല കേട്ടോ, അവന് ഇഷ്ടപ്പെട്ടില്ല. ഇങ്ങനെ വായിൽ ഒട്ടിപ്പിടിക്കാന്ന് പറഞ്ഞിട്ട്. അവന് ചെറിയ കുട്ടിയാകുമ്പോൾ ഇതുപോലെയുള്ള പുഴുക്ക്, കപ്പയാണെങ്കിലും ഇങ്ങനെയുള്ള കൂട്ടാനുകളൊക്കെ നല്ല ഇഷ്ടമായിരുന്നു. പക്ഷെ ഇപ്പോൾ കഴിച്ചില്ല. അവന് കഴിക്കുമെന്ന് വിചാരിച്ചിട്ട് ഇടാതിരുന്നതായിരുന്നു. എനിക്കൊന്നും കൂടെ സ്പൈസി ആയിട്ടാണ് ഇഷ്ടം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ചക്കക്കൂട്ടാൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞങ്ങളുടെ നാട്ടിൽ ഞങ്ങൾ ചക്കക്കൂട്ടാൻ എന്നാട്ടോ പറയാം, ചക്കപ്പുഴുക്ക് അങ്ങനെയൊക്കെ പറയാറുണ്ടല്ലേ. നിങ്ങൾ എന്താണ് പറയാമെന്നൊന്ന് കമൻ്റ് ഇടണേ. അപ്പോൾ ഇനി നമ്മൾ ഉണ്ടാക്കുന്നത് ചക്കയും ബീഫും കൊണ്ട് വളരെ ടേസ്റ്റി ആയിട്ട് ചെയ്യാവുന്ന ഒരു ഐറ്റമാണ്. ഇത് ഞങ്ങളുടെ നാട്ടിലൊരു നാടൻ റെസിപ്പിയാണ് കേട്ടോ. പണ്ട് കാലത്തൊക്കെ ഉണ്ടാക്കിയിരുന്നൊരു ഐറ്റമാണ്. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ട്രൈ ചെയ്യുന്നത്. ഇങ്ങനെ കേട്ടപ്പോൾ ഉമ്മമ്മയൊക്കെ പറഞ്ഞപ്പോൾ ഉണ്ടാക്കി നോക്കിയതാണ്. 1/2 കിലോ ബീഫ് കഴുകി വൃത്തിയാക്കി കുറച്ച് വലിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് പ്രഷർ കുക്കറിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. നമ്മൾ ഇതിലേക്ക് ചക്ക കൂടെ ചേർക്കാനുള്ളതാണ്. അപ്പോൾ ചക്കയിലേക്കും കൂടെ ചേർത്തിട്ട് വേണം കേട്ടോ മസാല ഇടാൻ. അതുകൊണ്ടാണ് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി ഇട്ടത്. പിന്നെ 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി അല്ലെങ്കിൽ എരിവിനനുസരിച്ചിട്ടുള്ള കുരുമുളക് പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. നമ്മളിപ്പോൾ 1/2 കിലോ ബീഫല്ലേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ അതിലേക്ക് ഇത്രയും പൊടികളൊന്നും സാധാരണ നമ്മൾ ചേർക്കാറില്ലല്ലോ. അപ്പം അത് ആ ചക്കയിലേക്കും കൂടെ ഉള്ളതാണ് കേട്ടോ. 2 തണ്ട് കറിവേപ്പിലയും പിന്നെ 1 ഗ്ലാസ് വെള്ളം എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് ബീഫ് നമുക്ക് നല്ല പോലെ ഒന്ന് വേവിച്ചെടുക്കുക. ബീഫിന് പലതിനും പല വേവാവും കേട്ടോ. കണ്ടോ, ഈ വലുപ്പത്തിലുള്ള പീസായിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത്. ബീഫിന് പലതിനും പല വേവായിരിക്കും കേട്ടോ. കാരണം ഇളയത് മൂത്തത് അങ്ങനെയൊക്കെ ഉണ്ടാവില്ലേ. അപ്പം നിങ്ങൾ വാങ്ങുന്ന ആ ബീഫിൻ്റെ വേവിനനുസരിച്ചിട്ട് മുഴുവനായിട്ടും വേവിച്ചെടുക്കുക കേട്ടോ. നമ്മൾ ആദ്യം തന്നെ ഇത് മുഴുവനായിട്ടും വേവിക്കണം. എന്നാലേ നമുക്ക് ആ ഒരു ചക്ക കൂടെ ഇട്ട് വെന്ത് വരുമ്പോഴേക്കും ബീഫ് നല്ല പോലെ ഉടയുന്ന രീതിയിൽ നല്ല സോഫ്റ്റായിട്ട് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു 4 വിസിൽ വന്നപ്പോൾ 10 മിനിറ്റ് ലോ ഫ്ലെയിമിലും കൂടെ വെച്ചപ്പോഴേക്കും ബീഫ് നല്ല പോലെ വെന്ത് വന്നത്. അപ്പോൾ ഇതിലേക്ക് ഞാനിവിടെ ചക്ക എടുത്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് ചക്കക്കുരുവും ചക്കച്ചുളയും പിന്നെ ആ ഒരു ചവിണി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ബീഫ് വെന്ത് വന്നപ്പോൾ ആ ഒരു ചക്ക ഇതിലേക്ക് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തിട്ട് 2 വിസിൽ അടുപ്പിച്ചെടുക്കുക. അപ്പോഴേക്കും ആ ചക്ക നല്ല പോലെ ഉടഞ്ഞിട്ട് ബീഫിൻ്റെ കൂട്ടത്തിൽ ചേരുന്ന ആ ഒരു പരുവത്തിലായിട്ട് കിട്ടും. ഇതിലേക്ക് ഇനി വെള്ളമൊന്നും ചേർക്കണ്ട കേട്ടോ. മിക്സ് ചെയ്യുന്ന സമയത്ത് വെള്ളം വേണമെന്ന് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ ചേർക്കാമെന്ന് മാത്രം. ഇതിലിപ്പോൾ വെള്ളമുണ്ട്. അപ്പോൾ ഇതാ 2 വിസിലടിച്ചപ്പോഴേക്കും നമ്മുടെ ചക്ക നല്ല പോലെ ഉടഞ്ഞു വന്നിട്ടുണ്ട്. എന്നിട്ട് എല്ലാം കൂടെ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് വിളമ്പാം. ഇത്രേ ഉള്ളൂ കേട്ടോ. ഇതിപ്പോൾ ഒരു നോർമൽ ഒരു കോമൺ റെസിപ്പിയാണ്, ഒരു സാധാരണ റെസിപ്പിയാണ്. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലേക്ക് കടുകും കറിവേപ്പിലയും താളിച്ചിടാം, അല്ലെങ്കിൽ സവാളയും തക്കാളിയൊക്കെ വഴറ്റിയിട്ട് അങ്ങനെ ചേർക്കാം. നമ്മൾ കപ്പ ബിരിയാണിയൊക്കെ ഉണ്ടാക്കുന്ന രീതിയിൽ, സാധാരണ രീതിയിൽ ഇങ്ങനെയാണ് കേട്ടോ ഉണ്ടാക്കാം. അതായത് ഒരു പണ്ട് കാലത്തൊക്കെ ഉണ്ടാക്കുന്ന രീതിയിൽ എന്ന് പറയുമ്പോൾ ഇതുപോലെയാണ്. ഇനി നമ്മുടെ ഇഷ്ടത്തിന് നമുക്കിപ്പോൾ ഓരോന്ന് കാണുമ്പോൾ അതിൽ ഐഡിയാസൊക്കെ വന്ന് കുറച്ചും കൂടെ ഇത് പൊടികളൊക്കെ ഒന്ന് മാറ്റിയിട്ട് നമുക്കിഷ്ടമുള്ള രീതിയിലൊക്കെ ചെയ്യാൻ തോന്നൂലേ. അപ്പോൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നമുക്ക് മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ട് ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ 2 റെസിപ്പീസും ഇന്നത്തെ നമ്മുടെ ആ ഒരു ടിപ്പോ ഇഷ്ടമായി എന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വീഡിയോസിനായിട്ടൊന്ന്